പ്രിയരെ, ചെന്ന ടൈഡിങ്സിന്റെ അടുത്ത ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെ വേർപെട്ടുപോയ വടക്കേതിലെ പേരമ്മയ്ക്ക് നമ്മുടെ ആദരാഞ്ജലികൾ. ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയവരിൽ മന്ത്രി റോഷി അഗസ്റ്റിനും ഉൾപ്പെടുന്നു. നമ്മളെ വേർപെട്ടുപോയ മേടക്കൽ മത്തായി അങ്കിളിനും ആദരാഞ്ജലികൾ. നാം എല്ലാം സ്നേഹത്തോടെ ഇഞ്ഞാഞ്ഞ എന്ന് അഭിസംബോധന ചെയ്തിരുന്ന ഇഞ്ഞാഞ്ഞയും യാത്രയായി. നമ്മളുടെ എല്ലാവരുടെയും ആദരാഞ്ജലികൾ. ജോർജ് കുട്ടിക്കും കുടുംബത്തിനും അഭിവാദ്യങ്ങൾ. അവർ എല്ലാവരും ചേർന്ന് ഒരുക്കിയ ക്രിസ്മസ് ലൈറ്റിംഗ്സ് ജനശ്രദ്ധ നേടിയിരിക്കുന്നു. സ്മിത്ത് ആൻഡ് ലീ എന്ന എസ്റ്റേറ്റ് ഏജൻസ് കൂപ്പർ പ്ലെയിൻസിൽ നടത്തുന്ന ക്രിസ്മസ് ലൈറ്റ് കോമ്പറ്റീഷനിൽ അവരുടെ ഡെക്കറേഷൻസും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് 10 ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഇതിൻ്റെ റിസൾട്ട് 24-ാം തീയതി രാത്രിയിൽ പുറത്തുവിടുന്നതാണ്. ക്രിസ്മസ് ആഘോഷമാക്കുവാൻ ചേട്ടായിയും ഒരുങ്ങിക്കഴിഞ്ഞു. ക്രിസ്മസ് ആഘോഷമാക്കുവാൻ ബ്രിമിംഗ്ഹാമിലുള്ള ഞങ്ങളുടെ ഭവനവും തയ്യാറായി. കൊഞ്ചലിൻ ശീലുകൾ ചുണ്ടത്ത് മൂളുന്നൊരാക്കുയിൽ കൂട്ടുകാരെ, മഞ്ഞിൻ പുതപ്പിൽ മയങ്ങുമി താഴ്വര പുൽകി വരുന്നൊരു പിറവിമേൽ ചാഞ്ഞുറങ്ങും രാത്രി, ബെത്ലഹേമിലെ രാക്കിളികൾ ദൂതുപോകുന്ന രാത്രി, ശാന്തമീ രാത്രി, വെണ്ണിലാവിലലിയും രാത്രി. 2008 ഫൈനാൻഷ്യൽ ക്രൈസിസ് മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് UK-യിലെ ബോൺമൗത്തിലെ ഒരു ആഡംബര ഹോട്ടലിൽ നിന്നും ഡോൺ ബൈലിസ് എന്ന ഒരു ഉന്നത ബാങ്ക് ഉദ്യോഗസ്ഥൻ തിരോധാനനാകുന്നു. അയാളുടെ കൈവശ സ്വത്തുക്കളായ മൊബൈൽ ഫോൺ, ചെരുപ്പുകൾ,
തുണികൾ എന്നിവ ഒരു ക്യാരി ബാഗിൽ ബോൺമൗത്തിൻ്റെ കടൽ തീരത്തു നിന്നും കണ്ടെത്തുന്നു. എന്നാൽ അയാളുടെ അയാൾ ധരിച്ചിരുന്ന വാച്ച് അതിൽ ഇല്ലായിരുന്നു. 7 വർഷത്തെ അന്വേഷണത്തിന് ശേഷം സാമ്പത്തിക ഫൈനാൻഷ്യൽ ക്രൈസിസിൻ്റെ സമ്മർദ്ദത്താൽ ആത്മഹത്യ ചെയ്തതാവാം എന്ന നിഗമനത്തിൽ ബ്രിട്ടീഷ് പോലീസ് ഈ കേസ് തീർപ്പാക്കുന്നു. ഡോൺ ബൈലിസ് വളരെ ഉത്തരവാദിത്വമുള്ള വളരെ സക്സസ്ഫുള്ളായ ഒരു ബാങ്ക് മാനേജരായിരുന്നു. തൻ്റെ സ്നേഹമതിയും സുന്ദരിയുമായ ഭാര്യയോടൊപ്പം ബോൺമൗത്തിൽ ഒരു ആഡംബര വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ പരിചയമുള്ള എല്ലാവരും ഓർക്കുന്നത്. ബൈലിസിനെ കാണാതായി 15 വർഷങ്ങൾക്കു ശേഷം ബ്രിട്ടീഷ് പോലീസ് ഈ തിരോധാനത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിക്കുന്നതിനായി ഒരു കണ്ടുപിടുത്തക്കാരനെ നിയമിക്കുന്നു. ഈ കണ്ടുപിടുത്തക്കാരനെ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവായി നമുക്ക് കണക്കാക്കാം. കണ്ടുപിടുത്തക്കാരൻ തൻ്റെ അന്വേഷണം ആരംഭിച്ച ഉടനെ തന്നെ ബോൺമൗത്ത് പോലീസ് മരിയോ എന്ന ഒരു ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുന്നു. അയാളിൽ നിന്നും ഡോൺ ബൈലിസ് എന്ന പേര് ആലേഖനം ചെയ്ത ഒരു വാച്ച് കണ്ടെത്തുന്നു. മരിയോയിൽ നിന്നും ശേഖരിച്ച തുമ്പുകൾ അന്വേഷിച്ച് നമ്മുടെ കണ്ടുപിടുത്തക്കാരൻ ഡോൺ ബൈലിസിനെ ന്യൂയോർക്കിൽ ഒരു സ്ത്രീയോടും 4 കുട്ടികളോടും കൂടെ സസന്തോഷം ജീവിക്കുന്നതായി കണ്ടെത്തുന്നു. ഞാനിപ്പോൾ വിവരിച്ചത് സൈമൺ മേസൻ്റെ പുതിയ പുസ്തകമായ ദ കേസ് ഓഫ് ദ മിസ്സിംഗ് അക്കൗണ്ടൻറ്റിൻ്റെ കഥയാണ്. ആദ്യം മുതൽ അവസാനം വരെ സൈമൺ മേസൺ നമ്മെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നു. ഒരു നല്ല വായന അനുഭവമാണ് ഈ പുസ്തകം കാഴ്ചവെക്കുന്നത്. സ്നേഹമതിയായ തൻ്റെ ഭാര്യയിൽ നിന്നും വളരെ സക്സസ്ഫുള്ളായ ജോലിയിൽ നിന്നും എന്തുകൊണ്ടാണ് ഡോൺ ബൈലിസ് ഒളിച്ചോടിയത്? ഭാര്യയും കുട്ടികളുമുള്ള ഒരു കുടുംബജീവിതമായിരുന്നു ബൈലിസ് സ്വപ്നം കണ്ടിരുന്നത്. എന്നാൽ തൻ്റെ ഭാര്യയ്ക്ക് ഒരു മിസ്കാരേജ് ഉണ്ടായ ശേഷം വീണ്ടും പ്രഗ്നൻ്റ് ആകുവാൻ അവർ വൈമുഖ്യം കാണിച്ചു. ഒരു ബ്രിട്ടീഷ് ജെന്റിൽമാൻ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഡോൺ ബൈലിസിന് തൻ്റെ ആഗ്രഹം അവരോട് തുറന്ന് പ്രകടിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തൻ്റെ ഏകാന്തതയെ നേരിടുവാൻ തൻ്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ജീവിതത്തിൽ സാമ്പത്തിക വിജയം നേടുമ്പോഴും നമ്മിൽ പലരും ഏകാന്തത അനുഭവിക്കുന്നു. ഈ ഏകാന്തതയെ നേരിടാനുള്ള ഒരു മറുമരുന്നാണ് കുട്ടികളുള്ള ഒരു കുടുംബജീവിതം. ഡോൺ ബൈലിസ് തൻ്റെ ഏകാന്തതയെ നേരിടുന്നതിനു വേണ്ടി ജീവിതകാലം മുഴുവൻ ശ്രമിക്കുന്നു. ആ ശ്രമമാണ് ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. 2008 ലോകം മുഴുവൻ ഫൈനാൻഷ്യൽ ക്രൈസിസിനെ നേരിടുമ്പോൾ ബൈലിസിനെ തേടി ഒരു സന്തോഷ വാർത്തയെത്തി. ന്യൂയോർക്ക് തൻ്റെ ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായ ന്യൂയോർക്കിൽ ആതിഥ്യ സേവനങ്ങൾ ഒരുക്കിയിരുന്ന സിൽവിയ അയാളിൽ നിന്നും ഗർഭിണിയാണ്. തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുവാനും അങ്ങനെ ഒരു കുടുംബം കെട്ടിപ്പടുക്കുവാനുമുള്ള ഒരു സുവർണ അവസരമാണ് ഇതെന്ന് മനസ്സിലാക്കിയ ബൈലിസ് UK-യിൽ നിന്നും മുങ്ങുകയായിരുന്നു. സ്നേഹനിധിയായ ഭാര്യയെ ഉപേക്ഷിച്ചു പോയ ഡോൺ ബൈലിസിനെ കുറ്റപ്പെടുത്തുവാൻ നമ്മിൽ ചിലർക്കെങ്കിലും തോന്നിയേക്കാം. പക്ഷേ നമുക്ക് അല്പം കൂടെ തുറന്ന് ചിന്തിക്കാം. നമുക്ക് ആകെയുള്ളത് ഒരു ജീവിതമാണ് എന്ന് എല്ലാവരും സമ്മതിക്കും. അത് അർത്ഥമുള്ളതായി ജീവിക്കണം എന്നും എല്ലാവരും സമ്മതിക്കും. ജീവിതത്തിൻ്റെ ആദ്യ പാദത്തിൽ എടുത്ത പല തീരുമാനങ്ങളും
നമ്മളെ നമ്മുടെ സ്വപ്ന സാഫല്യത്തിലേക്കല്ല നയിക്കുക. ആ സ്വപ്ന സാഫല്യത്തിലേക്ക് മാറി വരുവാനുമുള്ള സാധ്യത വളരെ കുറവാണെന്നിരിക്കട്ടെ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ നേരിടുന്ന ഏതൊരു വ്യക്തിയാണ് പുതിയതായി ഒരു ജീവിതം ആഗ്രഹിക്കാത്തത്? ശരിയാണ്, അങ്ങനെയുള്ള ഒരു പുതിയ പാത, ഒരു പുതിയ ജീവിതം തുടങ്ങുവാനുള്ള ഭൗതിക സാഹചര്യം വളരെ വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ചിലർക്കൊക്കെ അതുണ്ട്. ആ പാതയെ അവരെടുക്കുന്നതിൽ നമുക്കവരെ കുറ്റപ്പെടുത്തുവാൻ കഴിയുമോ?